നെല്ലു സംഭരണം വേഗത്തിൽ പൂർത്തിയാക്കാനും കർഷകർക്ക് താമസമില്ലാതെ പണം ലഭ്യമാക്കാനുമായി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന PRS സംവിധാനത്തെ ഇടത് സർക്കാർ കർഷകർക്ക് ബാധ്യതയാക്കി മാറ്റിയെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ്. സർക്കാർ കോടികൾ ചെലവഴിച്ച് പരസ്യം നടത്തുമ്പോഴാണ് ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ന്യായമായ ഓണറേറിയ വർധനവിനായി സമരം ചെയ്യുന്നതെന്നും MLA അനൂപ് ജേക്കബ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിസ്ഥാന വർഗങ്ങളെ അവഗണിച്ചും വഞ്ചിച്ചുമാണ് ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നും സർക്കാർ വാർഷികാഘോഷത്തിന് ആരും എതിരല്ലെങ്കിലും ദൂർത്തായി മാറുന്നത് അംഗീകരിക്കാനാവില്ലെന്നും MLA പറഞ്ഞു. നെല്ല് സംഭരണം മുതൽ വില നൽകുന്നതുവരെ എല്ലാം കുത്തഴിഞ്ഞ സ്ഥിതിയാണ്. എല്ലാ മാസവും ലഭിക്കേണ്ട പെൻഷൻ എപ്പോഴെങ്കിലും കൊടുക്കുന്ന സ്ഥിതിയും അശരണരോട് കാണിക്കുന്ന അനീതിയാണ്. നെല്ല് സംഭരണ വില കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ ആനുപാതികമായി വർദ്ധിപ്പിക്കുന്നതിന് പകരം കേരള സർക്കാർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തിനിടെയുണ്ടായ ഉൽപാദന ചെലവ് 70% വർദ്ധിച്ചത് സർക്കാർ കണക്കിലെടുക്കുന്നില്ല. കേരളം നേരിടുന്ന പ്രതിസന്ധികൾ മെയ് 9, 10 തീയതികളിൽ കോട്ടയത്ത് ചേരുന്ന സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും UDF-ൽ അത് തർക്ക വിഷയമല്ലെന്നും MLA അനൂപ് ജേക്കബ് പറഞ്ഞു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒട്ടനവധി ന്യൂനതകളും പ്രതിസന്ധികളുമാണ്. ഈ ഗവൺമെൻറ് അതിൻ്റെ 2 ടേം പൂർത്തിയാവുകയാണ്. LDF സർക്കാർ 2 ടേം പൂർത്തിയാവുമ്പോഴും നെൽകർഷകരെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കുട്ടനാട് പ്രദേശങ്ങളിലും പാലക്കാടുമൊക്കെയായി ബന്ധപ്പെട്ട് കർഷകരുടെ ചെറുതും വലുതുമായ പലതരത്തിലുള്ള സമരങ്ങൾ നടക്കുകയാണ്. സംഭരിച്ച നെല്ല് കൃത്യമായി സംഭരണം നടക്കുന്നില്ല എന്നുള്ള വിഷയങ്ങൾ നിൽക്കുന്നു. ഒപ്പം തന്നെ അവരുടെ തുക കൃത്യമായ നിലയിൽ സംഭരിച്ച നെല്ലിൻ്റെ വില കൃത്യമായ സമയത്ത് PRS UDF-ൻ്റെ കാലഘട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സംവിധാനമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലയളവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നാണ്. ഇത്രയും വേഗം കർഷകർക്ക് നെല്ലിൻ്റെ വില ലഭിക്കുക എന്നതാണ് അതുവഴി അന്ന് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. അന്നത്തെ സമയത്ത് അത് കുറേയൊക്കെ അത് പരിഹരിച്ചു പോകാൻ കഴിഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ നോക്കിക്കഴിയുമ്പോൾ അതിനേക്കാൾ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ സംഭരണം കൃത്യസമയം നടക്കുന്നില്ല എന്നുള്ള ഒന്ന്. 2, സംഭരിച്ച നെല്ലിൻ്റെ വില, അതാണ് ഏറ്റവും പ്രധാനമായിട്ടും കർഷകർക്ക് യഥാസമയം കിട്ടേണ്ടത്. അതിന് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ള വിഷയങ്ങൾ നിലകൊള്ളുകയാണ്. പെൻഷൻസ് ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും ലഭിക്കുന്നത് ഗഡുക്കളായിട്ടാണ്. പെൻഷൻ യഥാർത്ഥത്തിൽ എല്ലാ മാസവും ലഭിക്കേണ്ട ഒന്നാണ്. 6 മാസം കൂടുമ്പോഴും 4 മാസം കൂടുമ്പോഴും ഗഡുക്കളായിട്ട് കിട്ടേണ്ടതല്ല പെൻഷൻ എന്ന് പറയുന്നത്. അതേ നിലയിൽ തന്നെയാണ് നെല്ലിൻ്റെ സംഭരണ വിലയും. ഏറ്റവും വേഗം കർഷകർക്ക് ലഭിച്ചാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം കർഷകർക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പാർട്ടി ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന വിഹിതം അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. പാർട്ടി ചെയർമാൻ വാക്കനാട് രാധാകൃഷ്ണൻ, സംസ്ഥാന വൈസ് ചെയർമാൻ VD ജോസഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗിരിജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VD ഉലഹനാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.